നമ്മുടെ താങ്ക് യു സർ. ബേസിക് ഡ്രോയിങ് മാസ്റ്ററിയുടെ ആദ്യ ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ എല്ലാ ടാസ്കുകളും സാറ് ഭംഗിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ അപ്രിഷിയേറ്റ് താങ്ക് യു ചെയ്യുന്നു, സർ. അഭിനന്ദിക്കുന്നു. താങ്ക് ഹാർഡി യു സർ. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. സജി സാർ, ഒരു രണ്ടു വാക്ക് സംസാരിക്കാം. എവിടെ ആ നിന്നാണ് പറഞ്ഞോളൂ സർ. വരുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് രണ്ടു വാക്ക് സംസാരിക്കാം. ഞാനിപ്പം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റില് കോന്നി താലൂക്കില് ഇളകള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഞാൻ എയർഫോഴ്സിൽ 35 വർഷം സർവീസ് ചെയ്തു. ഗുഡ്. ഇപ്പം റിട്ടയർഡ് ആണ്. 2023 മെയ് 31 റിട്ടയർഡ് ആയി. അപ്പം ഇങ്ങനെ വീട്ടിലാണ്. 2 ആൺമക്കളാണ്. അതില് ഒരാള് ആർമിയില്, ഇളയാള്. മൂത്ത ആള് സിവിൽ എഞ്ചിനീയർ. ഇപ്പം സ്റ്റഡി ചെയ്യാൻ ന്യൂസിലൻഡിൽ പോയേക്കാണ്. ഇപ്പം നവംബറിൽ ക്ലാസ് കഴിയും. പിന്നെ വൈഫ്, അമ്മയുണ്ട്. ഇങ്ങനെ ഞങ്ങളൊരു കുടുംബമായിട്ട് ഇവിടെ കഴിയുന്നു. എത്ര നാളായി എന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ട്? സാർ ഇപ്പോ ഒരു 2 മാസം കഴിഞ്ഞു. ആ 2 മാസത്തോളം. ഓക്കെ. അതെ അതെ. ഓക്കെ, കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം ഡ്രോയിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? എന്താണ് ചേച്ചി സാറിന്റെ പക്ക ഇന്റൻഷൻ? പക്ക പക്ക. നമ്മള് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാന് ജസ്റ്റ് വരയ്ക്കും. ഞാൻ എങ്ങും പോയിട്ട് ഇങ്ങനെ സ്റ്റഡി ചെയ്തിട്ടില്ല. ഓക്കെ. എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ വരയ്ക്കും എന്നൊരു ആത്മവിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ബേസിക് എന്താണ്, അല്ലെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയത്തില്ല. കളർ എന്ത് യൂസ് ചെയ്യണം. നമ്മൾ ഈ ഓരോരുത്തർ പറയും ഇത് യൂസ് ചെയ്യുക, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഷെയ്ഡിങ്ങില് ആ, സാറിന്, അതായത് നല്ല മുമ്പത്തെ, നല്ല ഇമ്പ്രൂവ് ഉണ്ട് സാറേ, നല്ല ഇമ്പ്രൂവ്. ഓക്കെ, ലെയർ ബൈ ലെയർ ആയിട്ട് ഇത് ഷെയ്ഡ് ചെയ്യാൻ നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നുണ്ടല്ലോ. ഉണ്ട് 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 ഉണ്ട്. പെൻസിൽ എങ്ങനെ പിടിക്കണം, എവിടെ ഡാർക്ക് വേണം, എവിടെ ലൈറ്റ് വേണം, അങ്ങനെയുള്ളൊരു ഇതുണ്ട്. സാറ് പറഞ്ഞ പടങ്ങളാണല്ലോ ഇത്. വന്നതിന് ഓക്കെ. ശേഷം വരച്ച പടങ്ങളാണ്. ഓക്കെ. ഓക്കെ, അത്ര വെരി ഗുഡ്. പെർഫെക്റ്റ് അല്ലെങ്കിലും ഓസം. ചെയ്തിട്ടും ഉണ്ടല്ലേ. പെർഫെക്റ്റ്. ഇത് സൂപ്പർ. എല്ലാവർക്കും സ്റ്റാറ്റസിലൊക്കെ ഇടുമ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ്. ഓക്കെ, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. സാറിനോട് ഞാൻ ആ ആദ്യം കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന സമയത്ത് ഒരു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതില് ഞാനൊരു ആ 6 ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിരുന്നു. സാർ ആ ഓർക്കുന്നുണ്ടോ? അതില് ഉണ്ട് 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 സാർ. ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: വരച്ച ചിത്രങ്ങള് മറ്റുള്ളവരെ കാണിക്കുന്നതില് എത്രത്തോളം കോൺഫിഡൻസ് ആണ് നിലവിലിപ്പോ ഉള്ളത്? നല്ല കോൺഫിഡൻസ് സാറേ. അത് ആൾക്കാർ നല്ല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അതെ. സാറ് തെറ്റുകൾ കഴിഞ്ഞ കുറച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മള് നാളുകൾക്ക് മുമ്പ് സാറ് അറ്റൻഡ് ചെയ്ത ആ ഒരു ഭാഗം ഞാനൊന്ന് കാണിക്കാൻ, ഞാൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ 1 സെക്കൻഡ്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട് കാണുന്നുണ്ട് സാറേ. ഇതില് സജി സാറ് കംപ്ലീറ്റ് ചെയ്ത ടാസ്ക് ആണിത്. ഈ ആ ഒരു ടെസ്റ്റ് അതെ ആണ്. അതെ. ഇതില് ചോദ്യം ഇങ്ങനെയായിരുന്നു: 1 മുതൽ 10 വരെയുള്ള ഈ ഒരു മീറ്റർ സ്കെയിലില് വരച്ച ചിത്രങ്ങള് ഫ്രണ്ട്സിനെ, കുടുംബാംഗങ്ങളെ ഇല്ലെങ്കിൽ മറ്റാളുകളെ കാണിക്കുന്നതിൽ എത്രത്തോളമാണ് കോൺഫിഡൻസ് ഉള്ളത്? അന്ന് സാറ് 2 മാർക്ക് ചെയ്തേ, അതെ ഓർക്കുന്നുണ്ടോ? അതെ അതെ. ഉണ്ട് ഉണ്ട് എന്നാൽ ഉണ്ട് ഉണ്ട്. ഇന്ന് സാറ് ഇന്ന് പറയുന്നു ആ ലെവൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഉണ്ട് 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 സാറേ, തീർച്ചയായിട്ടും ഉണ്ട്. ഇതാ, അതായത് ഇമ്പ്രൂവ് എന്ന് കമ്മ്യൂണിറ്റിയിലേക്ക് പറഞ്ഞാൽ വന്ന് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വരെയുള്ള കാര്യങ്ങൾ ഞാൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ ഇതിലെനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഏറ്റവും കൂടുതൽ കൃത്യനിഷ്ഠത. പറഞ്ഞ കാര്യം, ഇന്ന് ചെയ്യേണ്ട വർക്ക് ഇന്ന് തന്നെ ചെയ്ത് സബ്മിറ്റ് എന്നെ കാണിച്ചിരിക്കും. ഇല്ലെങ്കിൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയാതെ, അവിടെ എന്തെങ്കിലും ഒളിഞ്ഞ് എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ സാർ അത് ചോദിച്ച് പിന്നെയും പിന്നെയും എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ സാറേ എന്ന് ചോദിച്ച് അത് പക്ക പെർഫെക്റ്റ് ആക്കിയിരിക്കും. ആ ഒരു ക്യാരക്ടറാണ് സജി സാറിന്റെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതില് അതെ അതെ. ഇനി അതേപോലെ ഞാൻ തന്നെ അതുകൊണ്ടാണ് സാറിന് പടങ്ങൾ അയച്ചു തരുന്നത്. സാറിന് ബുദ്ധിമുട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇല്ല, അയച്ചു തരുന്നത്. ഇല്ല, ഇപ്പോ സാറിന് വരയ്ക്കാനുള്ള കോൺഫിഡൻസ് കിട്ടുന്നുണ്ടല്ലോ. അതായത് ഉണ്ട് 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 ആ ഗൈഡ് ലൈൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടല്ലോ. ഉണ്ട് 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 ഉണ്ട്. അതേപോലെ തന്നെ ഷെയ്ഡിങ്ങിലും. ഷെയ്ഡിങ്ങിലും ഉണ്ട് സാറേ. ഓക്കെ. ഇപ്പോ റീസെന്റ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരു ആർട്ട് വർക്ക് കാണിക്കാവോ? ഒന്ന് ചെയ്തതേ ഉള്ളൂ സാറേ. ഓക്കെ.
അതിന് ആ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്, ആ ക്യാരക്ടർ കറക്റ്റ് ഉണ്ടോ? കിട്ടിയിട്ടുണ്ട്. ആ, കറക്റ്റ് എടുത്തു കാണിക്കുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആ, ആ അതില് നല്ല റിസൾട്ട് കാണുന്നുണ്ട്. ആദ്യം ആ ഹെയർ സ്റ്റഡി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ആ, അതെ അതെ. സാറ് പറഞ്ഞ ആ കളറ് മിക്സ് ചെയ്തപ്പോൾ അത് കറക്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആ, അതെ. അല്ലാതെ നമ്മൾ നേരിട്ട് നമ്മളിപ്പോ ഹെയർ ചെയ്യുമ്പോൾ ബ്ലാക്ക് പെൻസിലോ അല്ലെങ്കിൽ ബ്ലാക്ക് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഒരു ഫീല് കിട്ടില്ല. നമ്മൾ ബേസ് വരത്തില്ല, ആയിട്ട് വരത്തില്ല, വരത്തില്ല. അത് ആ ഡിഫറൻസ് മനസ്സിലായല്ലോ ഇപ്പൊ. കറക്റ്റ്. നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് അതിന്റെ കുറെ കാര്യങ്ങൾ ആ, അതെ അതെ. മനസ്സിലാകുന്നത്. പിന്നീട് നേരത്തെ നമ്മൾ ചുമ്മാ ഇങ്ങനെ വരച്ചങ്ങ് പോവില്ലയോ. അപ്പൊ അതെ. സാറ് വന്നതിന് ശേഷം അതെന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നപ്പോ നമ്മളത് സമയം എടുത്തിട്ട് എനിക്ക് ഭയങ്കര ധൃതിയാണ്, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാന്നുള്ള. ആ, ഞാൻ അതിലാണ് പറഞ്ഞിരുന്നു. പ്രശ്നം വരുന്നത്. ഞാൻ അവിടെ ഗ്യാപ്പ് കൊടുക്കാനും ബ്രേക്ക് എടുത്ത് വരയ്ക്കാനും ഞാൻ പറഞ്ഞിരുന്നു ആ, ഒരു അതെ വർക്ക്. അതെ. അത് അതിനുശേഷം പലരും ആ പറഞ്ഞു. വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഓ, അത് കൊടുത്തു വിട്ടു സാറേ. ആ ഒരു വർക്കാണ് എന്നെ ഏറെ അത് ഇംപ്രസ് മോള് ചെയ്യിച്ചത്. മോള് കൊണ്ടുപോയി. അനിയത്തിയുടെ മോളുടെ ആയിരുന്നു. ആ, ഓക്കെ. അത് ആ, നല്ല അത് രീതിയിൽ ഞാൻ ചെയ്തിരുന്നു. അത് രണ്ടാമത് വരച്ചതാണ്. രണ്ടാമതേ അത് വേറൊരു പേപ്പറിൽ രണ്ടാമത് ഞാൻ വരച്ചു. അതപ്പം നല്ല പെർഫെക്റ്റ് ആയി. സാറിനെ കാണിച്ചായിരുന്നല്ലോ. ആ, ആ, ഓക്കെ. പറഞ്ഞായിരുന്നല്ലോ GSM. അതെ, GSM കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഗ്രാംസ് അത് പെർ അത് സ്ക്വയർ മീറ്റർ. വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഒരു 200 മുതൽ 300 വരെ GSM ക്വാളിറ്റി ഉള്ള ആ പേപ്പേഴ്സ് ആ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ പറ്റും. നമ്മൾ വരയ്ക്കുമ്പോൾ പെൻസിൽ കുഴിഞ്ഞു പോവില്ല. നമ്മളിപ്പോ കട്ടിയിലൊക്കെ നമ്മൾ ഓക്കെ. വരയ്ക്കുമ്പോൾ ചിലപ്പം അത് കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, ഡാമേജ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ നല്ല GSM ക്വാളിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ഡാമേജ് ആവില്ല, നല്ലൊരു റിസൾട്ട് വരത്തില്ല. കിട്ടും. അതേപോലെ തന്നെ നല്ല സ്മൂത്ത് പേപ്പർ ഉപയോഗിക്കാം കളർ പെൻസിലിനൊക്കെ. പേപ്പർ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും. ചില നമ്മൾ പേപ്പർ തൊടുന്ന സമയത്ത് റഫ് ആയിരിക്കും, അത് ടെക്സ്റ്റേർഡ് ആയിരിക്കും. ഉറപ്പായിരിക്കും. ആ, ആ, നമുക്ക് പെൻസിൽ ഡ്രോയിങ്ങിന് ഫേസ് ഒക്കെ ചെയ്യാൻ നല്ലത് മിനുസമുള്ള പേപ്പറാണ്. പേപ്പറിലെ കണ്ണിന്റെ ഒരു ഇത് വരച്ചായിരുന്നു ഞാൻ. അങ്ങനെ സാറ് പറഞ്ഞ രീതിയിൽ. ആ, ഓക്കെ. ആ, ആ, അതിന് നല്ല റിസൾട്ടാ വന്നേ. കണ്ണിന്റെ ഒരു ആ പ്രാക്ടീസ് വന്നിരുന്നു. ഓക്കെ. ആ ഓക്കെ, പെർഫെക്റ്റ്. അതിൽ ആദ്യം സാറ് ചെയ്യുന്ന സമയത്ത് പേപ്പർ കുഴിഞ്ഞു പോയിരുന്നു, അത് ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു പോയിരുന്നു, റിപ്പീറ്റ് പോയിരുന്നു. ചെയ്യാൻ. കറക്റ്റ്. അത് ഞാൻ കുത്തിപ്പിടിക്കുന്നുണ്ടോ ഇങ്ങനെ? അതെ, അതെ. അത് കുറച്ചുകൂടെ ഒന്ന് ഉയർത്തി പിടിക്കാനായിട്ട് ശ്രമിക്കാം. മെല്ലെ ഔട്ട്ലൈൻ മെല്ലെ. ചെയ്യുമ്പോഴും ഇങ്ങനെ പിടിക്കണം. എന്തോ? ഔട്ട്ലൈൻ ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യണം. ആ, നീട്ടി തന്നെ അങ്ങനെ. പിടിക്കണം. ആ, തൽക്കാലം ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ 2B HB ഉപയോഗിക്കാം, 2H ആ, ഉപയോഗിക്കാം, ലൈറ്റ് പെൻസിൽ ഉപയോഗിക്കാം. ആ ആ, കട്ടി കൂടിയ ഗ്രേഡ് ഉപയോഗിക്കണ്ട, ബി പെൻസിൽ ഉപയോഗിക്കണ്ട. എച്ച് ബി വേണ്ട. HBക്ക് കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും, ഇതിന്റെ മുനയ്ക്ക് കുറച്ചുകൂടെ ടമ്പർ ഉണ്ടാവും. അപ്പോ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. 2B ഉപയോഗിച്ചോളൂ. 2B രൂപി. ഉപയോഗിച്ചോ. അപ്പൊ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന ആ ഒരു കാര്യം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. 2B ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റ് പ്രഷറിൽ ചെയ്താൽ മതി. താഴ്ത്തി പിടിച്ചാലും അത്ര പ്രശ്നം വരില്ല. 2B കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യാം. പിന്നീട് ഷെയ്ഡിങ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഓരോ ഫേസിന്റെ ഭാഗത്ത് നമ്മൾ 2B കൊണ്ട് തന്നെ ഫസ്റ്റ് ലെയർ ചെയ്യാം. പിന്നെ ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 4B കൊടുക്കാം. അതിന്റെ ഷെയ്ഡൊക്കെ നോക്കി ചെയ്താൽ മതി. ആ ഒരു ഓർഡർ അനുസരിച്ച് തന്നെ മുമ്പോട്ട് പോയാൽ മതി. ആ, പിന്നീട് ഇപ്പൊ എന്താണ് സാറിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഡ്രോയിങ്ങില്? ഡ്രോയിങ്ങില് വളരെ മുന്നോട്ട് തന്നെയാണ് സാറേ പോകുന്നത്. ഓക്കെ. അതല്ല. ഇതാവാം. ഓക്കെ. ആർട്ടിസ്റ്റ് എന്നുള്ള. ഓക്കെ. ആർട്ടിസ്റ്റ് എന്നുള്ള ഉം, എനിക്ക് നല്ല ഇതായിട്ട് ഒരു ഐഡന്റിറ്റി, എന്റെ ഒരു ബ്രാൻഡ് ബന്ധുക്കൾക്ക് നെയിം തന്നെ അല്ലേ? ഓരോ പടങ്ങൾ വരച്ചു ഓക്കെ. കൊടുക്കാമല്ലോ. ഓക്കെ, ഓക്കെ. അതിന് സംശയമൊന്നും വേണ്ട. ഒരു 1.5 ആ മാസം ആയതേ ഉള്ളൂ. അതിൽ തന്നെ, ആ അതിന്റെ ഉള്ളിൽ തന്നെ ഇത്രയും റിസൾട്ട് സാറിന് പ്രാക്ടീസിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 2-3 മാസം മതി. അതിന്റെ ഉള്ളില് സാറ് വരച്ച ചിത്രം ആളുകൾ ചോദിക്കും, എന്റെ ചിത്രം ഒന്ന് വരച്ചു തരാമോ? അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ, ഉറപ്പിക്കാം നമ്മളുടെ ഡ്രോയിങ്ങിന് വാല്യൂ വന്നു, പഴയ ലെവലല്ല. ഒന്ന് ചോദിക്കുന്നുണ്ട് സാറേ. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇതാവുന്നില്ല. ഞാൻ വരച്ചാൽ ഇത് പെർഫെക്റ്റ് ആവുമോ, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു
ഞാൻ ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഞാൻ തുടക്കക്കാരനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഓക്കെ. അവര് പറഞ്ഞ തുടക്കം ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണെന്നാ ചോദിക്കുന്നത്. അറിഞ്ഞത് മധുരം, അറിയാനുള്ളത് അതിലേറെ മധുരം. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആ ആർ സ്വീറ്റർ. ഓക്കെ. ഇത് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയത്തില് ഒരു ലെവല് മുമ്പോട്ട് എത്തിയാൽ മതി. അതായത് ഇപ്പൊ പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യുന്നതെങ്കിൽ പെൻസിൽ ഡ്രോയിങ്ങിൽ തന്നെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പെയിന്റിങ്ങോ അതായത് മറ്റ് പാസ്റ്റൽസോ എന്തും ഉപയോഗിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ആദ്യത്തെ ഒരു ആണ്. ട്രൈ ചെയ്യൽ മാത്രം മതി, പിന്നീട് അത് ഇതിന്റെ കൂടെ തന്നെ വരും. അതെന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇനി സാറ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒരു സെക്കൻഡ്. ഒരു ഭാഗത്ത് ഓക്കെ, 1 സെക്കൻഡ്. ബേസിക് ഡ്രോയിങ് മാസ്റ്ററി ഇതില് 15 സെഷൻസും 32 പ്രാക്ടീസും ആണ് ഉള്ളത്. അത് പെട്ടെന്ന് സ്പീഡിൽ സാറ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് അറിയത്തില്ല അത് എത്ര പെട്ടെന്നാണ് ചെയ്തതെന്നുള്ളത്. സാറിന് ഈ ഒരു ഭാഗം ഇതിലേക്ക് നേരിട്ട് തന്നെ പോകാനായിട്ട് കഴിയും. ആദ്യം നമ്മൾ പോർട്രേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതായത് നമ്മൾ പോർട്രേറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളും അതേപോലെ ഒഴിവാക്കേണ്ട കാര്യങ്ങളും അത് നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ പഠിക്കും. ഓക്കെ. സാറിന് വേറെ എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടോ? വേറെ പ്രത്യേകിച്ച് എന്തോ സാറേ, നമുക്ക് ഈ ലിപ്റ്റിന്റെ കാര്യമാണ് എനിക്ക് പ്രശ്നം. ലിപ്പ് ലിപ് അത് ആ കറക്റ്റ് അങ്ങോട്ട് സ്റ്റഡി ആവുന്നില്ല. അതായത് അതിനൊരു ആ, ഒന്ന് ചോദിക്കട്ടെ. അതായത് വൈഡ് ഓപ്പൺ ആയിട്ടുള്ള ലിപ്പാണോ അതോ നോർമൽ ലിപ്പാണോ അതോ എല്ലാം പല്ല് എല്ലാം നിറഞ്ഞിട്ടുള്ളതാണോ? അതായത് നമുക്ക് ചില ഫോട്ടോ എടുക്കുമ്പോൾ ലിപ്പ് ശരിക്കും കാണത്തില്ലല്ലോ. ആ, അപ്പൊ പോയിന്റ് അതിനെന്ത് ഇത്രേ ഉള്ളൂ. ചെയ്യണമെന്ന് നോക്കും. പോയിന്റ് ആ ഇത്രേ ഉള്ളൂ. നമ്മൾ വരയ്ക്കാൻ എടുത്ത റഫറൻസ് പിക്കിന് ക്ലാരിറ്റി ഉണ്ടാകണം. ആ അത് ശരി. ഓക്കെ. ഓക്കെ. ഞാൻ സാറിന് തന്നെയായിരുന്നു ഞാൻ കറക്റ്റ് ചെയ്ത് അയച്ചിരുന്നു ഒരു പോർട്രേറ്റ് ഇല്ലേ, ക്ലിയർ ചെയ്ത്. അതായത് സാർ ആദ്യം വരയ്ക്കാനെടുത്ത റഫറൻസ് പിക്കും ഞാൻ രണ്ടാമത് ക്ലാരിറ്റി കൂട്ടി ഞാൻ സെൻഡ് ചെയ്ത ചിത്രവും തമ്മിൽ ഡിഫറൻസ് ഇല്ലായിരുന്നോ? അതുകൊണ്ട് കറക്റ്റ് കറക്റ്റ്. ഓക്കെ. നമ്മൾ വരയ്ക്കാനെടുത്ത ഫോട്ടോ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ തന്നെ എടുക്കുക. ഓക്കെ. ഓക്കെ. ഇതിന് ക്ലാരിറ്റി കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് ഫോട്ടോ എൻഹാൻസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ക്ലാരിറ്റി കുറച്ച് കൂട്ടാൻ നമുക്കത് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്ലാരിറ്റി കുറച്ചുകൂടെ കൂട്ടിയെടുക്കാനായിട്ട് കഴിയും. എൻഹാൻസർ എന്ന് ആ പറയും, ഫോട്ടോ അപ്പൊ എൻഹാൻസർ. കറക്റ്റ് ആയിട്ട് കിട്ടും. അതിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കൂട്ടാനായിട്ട് കഴിയും. ആ ക്ലാരിറ്റി ഉള്ള ആ പിക്കാണ് നമുക്ക് വരയ്ക്കാനും ഷെയ്ഡ് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പം സഹായിക്കാം. അതെ, എളുപ്പമായിട്ട് തോന്നുക. സഹായിക്കാൻ. അല്ലെങ്കിൽ അത് നമുക്കൊന്നും ഒരു ബ്ലറായിട്ട് കാണുമ്പോൾ കറക്റ്റ് ഷേപ്പോ ഡീറ്റെയിലിംഗ് ഒന്നും മനസ്സിലാവില്ല. ഒന്നും കാണത്തില്ല സാറേ, അതാണ് കുഴപ്പം. അത് ഈ തന്നെയായിരുന്നു പിക്ചറിൽ കുഴപ്പം. അങ്ങനെയാണ് പ്രശ്നം വന്നത്. എന്തോ? ഈ പിക്ചറിൽ അങ്ങനെയാണ് പ്രശ്നം വന്നത്, ലിപ്പ് കറക്റ്റ് അതെ, കാണുന്നില്ല. അതെ, അതെ. ഈ പിക്ക് വരയ്ക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഒരു ചിത്രം ഞാൻ കറക്റ്റ് ചെയ്ത് തന്നെ. ആദ്യത്തെ അതെ അതെ കറക്റ്റ്. റഫറൻസ് പിക്കില് ആ ലിപ്പ് മാത്രമല്ല നോസിന്റെ ഭാഗവും കണ്ണിന്റെ ഭാഗവും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ക്ലാരിറ്റി വരുത്തി ഞാൻ സെൻഡ് ചെയ്ത് തന്നു. ശരി, കാണിച്ചു. ആ ഇത് ഇനി ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഒരു ചിത്രം വരയ്ക്കാൻ എടുക്കുമ്പോൾ ആദ്യം ചിത്രത്തിന് ക്ലാരിറ്റി ഉണ്ടോ എന്ന് നോക്കുക. ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ പാസ്റ്റൽസ് ഉപയോഗിക്കാം. കളർ പോർട്രേറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ പാസ്റ്റൽസ് ഉപയോഗിക്കാം. ഇതാണ് പാസ്റ്റൽസ്. ക്രയോൺസ് പോലെ ഇരിക്കും. ഓഹോ. ഞാനൊന്ന് കാണിക്കാം. ഈ ഒരു ടൂള് കാണുന്നുണ്ടോ? ഇത് പെൻസിൽ ഡ്രോയിങ്ങിന്, കളർ പെൻസിൽ ഡ്രോയിങ്ങിന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ്. പാസ്റ്റൽ എന്ന് പറയും, ഓയിൽ പാസ്റ്റൽ. ഇത് രണ്ട് തരത്തിലാണ്. സോഫ്റ്റ് പാസ്റ്റൽ ഉണ്ട്, ഓയിൽ പാസ്റ്റൽസ് ഉണ്ട്. ഓയിൽ പാസ്റ്റൽസിന്റെ തന്നെ പെൻസിലും ഉണ്ട്. ഓക്കെ. ആ പാസ്റ്റൽസ് വെച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇത് നമുക്ക് വേറെ ടൂളിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വിരൽ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു നമ്മൾ മുഖം തുടയ്ക്കുന്ന നാപ്കിൻ വെച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. നല്ല സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ആവും. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാം. അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചേക്കണം സാറേ, നോക്കട്ടെ. ഓക്കെ. അതിന്റെ ലിങ്ക് ഞാൻ അയച്ചേക്കാം. കളർ പെൻസിലിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ തന്നെ അപ്പൊ ഗ്രാഫൈറ്റ്. സാറ് വാങ്ങിച്ച സാറ് പറഞ്ഞ സാധനമാണിത്. ഓക്കെ. കളർ പെൻസിൽ ഡോംസ്. സോഫ്റ്റ്. സോഫ്റ്റ്. അതെ, സൂപ്പർ സോഫ്റ്റ് ആണത്. അത് ഉപയോഗിക്കാം. അതില് അതെ അതെ.
ആ കളർ പെൻസിൽ കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ അത്ര ഭംഗിയാവില്ല. ബാക്ക്ഗ്രൗണ്ടിന് നമുക്ക് ആവില്ല. പാസ്റ്റൽസ് ഉപയോഗിക്കാം. ഓ, ആ, പിന്നെ ഗ്രാഫൈറ്റ് പെൻസിലിൽ നമ്മൾ പോർട്രേറ്റ് ചെയ്യുമ്പോൾ ബൊക്കെ എഫക്റ്റ് ഉപയോഗിക്കാം. കുറെ റിസൾട്ട് വരും, കുറെ മാറ്റങ്ങൾ വരും. ഇപ്പൊ നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അതെ അതെ. ഇനി ഇതിൽ ക്ലാരിറ്റി ആയി. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? ചെയ്ത് ചെയ്ത് വന്നപ്പം അതിന്റെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റി. ആ ഇപ്പൊ തന്നെ സാർ അന്ന് രോഹിത് ശർമ്മയുടെ ഇത് ചെയ്ത് പറഞ്ഞപ്പം അത് മാറ്റം വന്നില്ല. അതെ. ഓക്കെ. മാറ്റം ഒരുപാട് വന്നു. വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ അതിന്റെ. അത് അന്നേരം തന്നെ ഞാൻ ചെയ്യും, പിന്നെ ഉറങ്ങത്തില്ല. ആ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കമില്ല, അത് ചെയ്ത് ഫിനിഷ് ആകണം. അതെ. സാറ് പറഞ്ഞു ഇത് പാഷൻ. ഇന്നതുപോലെ ഇന്നത് ചെയ്യണം. അതെ. അത് അതില്. അന്നേരം ചെയ്ത് നമുക്കൊരു മനസ്സിനൊരു തൃപ്തി ആവണം. അതെ. ഇപ്പോ സാറിപ്പോ എന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോ ചെറിയൊരു ഫീ അടച്ചിരുന്നു. ആ ഒരു ഫീക്കുള്ള വാല്യൂ സാറിന് കിട്ടിയോ? കിട്ടി കിട്ടി, തീർച്ചയായിട്ടും കിട്ടി സാറേ. കിട്ടി സാറ്റിസ്ഫൈഡ് കിട്ടി. ആണോ? ഇതിൽ അതിന് വാല്യൂസ് ഉണ്ടോ? യാതൊരു സംശയമില്ല. ഞാൻ പറയുന്നത് അതിനൊരു യാതൊരു മനസ്സിലാവുന്നുണ്ടോ? സംശയമില്ല. പഠിപ്പിക്കുന്നത് ഉണ്ട് ഉണ്ട് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ ഉണ്ട്. പറ്റുന്നുണ്ട്? ഇല്ല, ഓക്കെ. അതുകൊണ്ടല്ലേ സാറേ ഇത്രയും കാര്യങ്ങൾ. എനിക്ക് ഈ ഷെയ്ഡ് എന്ന് പറഞ്ഞ സംഭവം അറിയത്തില്ലായിരുന്നു. നമ്മൾ ഒരു പെൻസിലും ഒരു ഇതും വെച്ച് ചെയ്യുമായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് സ്കിന്നിന്റെ ഓരോരുത്തർക്ക് ഓരോ ഇതല്ലേ. അതെ. അതെ. ആ, അതിനെ അതൊക്കെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ഷെയ്ഡിങ്ങിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടി. ഓക്കെ, അത് തന്നെ കിട്ടി ഒരു കിട്ടി, തീർച്ചയായിട്ടും കിട്ടി. ആ വലിയൊരു കാര്യമാണ്. ഓക്കെ. കാരണം ഇതൊക്കെ ദൂരെ നോക്കുമ്പോഴേ ആ ക്യാപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ടല്ലേ വന്നേക്കുന്നത്. അതെ. അതെ. ഇതെടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. അതിലെ ആ താടി വരച്ച അതിന്റെ ഹെയർ ബൈ അതിന്റെ ഓരോ ലൈൻസ് ആയിട്ട് പ്രത്യേകിച്ച് അത് എടുത്ത് കാണിക്കുന്നുണ്ട് ഓരോ ലൈൻസും. ആ അതെ. വൈറ്റ് ജെൽ പെൻ. വൈറ്റ്. ആ, അതെ, അത് അവസാനം മാത്രമേ ഉപയോഗിക്കണ്ടൂ. അതായത് അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതെ, ഞാനത് പറഞ്ഞിരുന്നു വർക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കൊണ്ടുപോയി ആ, ഉപയോഗിക്കരുത്. അതായത് ഇല്ല ഇല്ല ഇല്ല. മിസ്റ്റേക്സ് വരുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ, അല്ല ഇത് ഓക്കെ. ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് താടിയൊക്കെ. അത്ര അതെ. സാർ അതെ. ചെയ്ത് അത്രയും പെർഫെക്റ്റ് അല്ലെങ്കിലും കുറച്ച് ഇത് ആൾക്കാർ കണ്ടാ പറയും രോഹിത് ശർമ്മയാണെന്നുള്ളത്. അതെ. ആ, അതുപോലെ പിന്നെ ഇതും നല്ല റിസൾട്ടാ വന്നേക്കുന്നത്. പുള്ളി എല്ലാരെയും കൊണ്ട് ആ കാണിച്ചു, ഈ വർക്ക് അയച്ചു കൊടുത്തപ്പോ. ഒരു അഞ്ചോ 5 തവണയും കൊണ്ട് സാറ് അയച്ചുകൊണ്ടേയിരുന്നു. ആദ്യം ഗ്രാഫ് ഇട്ടപ്പോ, പിന്നീട് അതെ, ഷെയ്ഡ് തുടങ്ങിയപ്പോ, ഹെയർ ചെയ്തപ്പോ. ഓക്കെ, ഓരോ ഭാഗവും ഞാൻ അപ്പൊ കറക്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, അതെല്ലാം അതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് ആ, കിട്ടിയിട്ടുണ്ട് അതെ. അതിൽ. ആണോ ആണോ. ഓക്കെ, ഒരുപാട് അത് സന്തോഷം. നമുക്ക് അത് ഇതില്. നമുക്കില്ലായിരുന്നു, അതാണ് ഇപ്പം ക്ലിയർ ഓക്കെ. ആയത്. ഓക്കെ. ഓക്കെ. നമ്മള് ഡ്രോയിങ്ങിൽ ഒരു ക്ലാരിറ്റി നമ്മളിട്ട് കിട്ടിയിട്ടുണ്ട്. വരച്ച ഉണ്ട് ഉണ്ട്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, ഒരുപാട് ആൾക്കാർ ഇത് പടം സന്തോഷം. കണ്ടാൽ ഇന്നാരാന്ന് പറയും, ഓക്കെ, വരച്ച ചിത്രങ്ങൾ പറയിപ്പിച്ചിട്ടാണ്. ധൈര്യമായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യമൊക്കെ ആ, ഞാൻ ഓക്കെ. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മോഹൻലാലിന്റെ ഒരു ചിത്രം വരച്ചു. ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ എന്നെ കളിയാക്കി. ആ, ആ, നോക്കിയടാ മനീഷ് വരച്ച ലാലേട്ടന്റെ ചിത്രം. അതായത് അതിൽ കണ്ണൊക്കെ അല്ല, മൂക്കൊക്കെ അല്ല, ആ, ഒന്ന് എങ്ങനെയോ. അപ്പോ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ പരിഹസിച്ച ആളുകൾ ഇപ്പോ നമ്മൾ വരച്ച ചിത്രങ്ങൾ കാണുമ്പോൾ അതിന് അതാണ് സാർ. നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട്. നമ്മളെ കളിയാക്കിയവരെ കൊണ്ട് നമ്മൾ കൈയടിപ്പിക്കുക. ഇതാണ് നമ്മളുടെ അതെ അതെ. ആ ഒരു ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. വരച്ച ചിത്രങ്ങൾ ധൈര്യമായിട്ട് പോസ്റ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവുക. പറയുന്ന ഓക്കെ കാര്യങ്ങൾ സാർ. അന്ന് തന്നെ ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക. മുമ്പോട്ട് പോവുക. ഇനി അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് പോർട്രേറ്റിന്റെ ഓരോ ഭാഗങ്ങളും പഠിച്ച് മുമ്പോട്ട് പോവാം. ഇങ്ങനെ തന്നെ മുമ്പോട്ട് ഓക്കെ. പോയാൽ മതിയല്ലോ സാറേ? അതിൽ എന്തെങ്കിലും. ആ, മതി 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 സാറേ. ഇനിയിപ്പോ സാറ് ഓക്കെ. ഇതിനകത്ത് ലിങ്ക് വന്നിട്ടുണ്ട്, അതെല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഒന്നുകൂടെ. ഓക്കെ. 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 അപ്പോ ഓക്കെ. ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ഇതുപോലെ സാർ. തന്നെ നമുക്ക് മുമ്പോട്ട് പോവാം. ഓക്കെ അല്ലേ? താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ. ഓക്കെ. താങ്ക് യു സാർ. അടുത്ത ദിവസം കാണാം. ഓക്കെ. ഓക്കെ സാർ. ബൈ. ഗുഡ് നൈറ്റ്.